എനിക്കിഷ്ടമുള്ള എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന നിന്നെയാണ് എനിക്കിഷ്ടം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അനുഭവം ഒന്ന് കേട്ട് നോക്കുക. ഇത് ശരിക്കും ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ഒന്നും അല്ല കേട്ടോ. ഇത് ആക്ച്വലി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരിക്കലും ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ തല കുമ്പിട്ട് കിടക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരമായി അവളിങ്ങനെ തല താഴ്ത്തി കിടക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വല്ല തലവേദനയോ ഒക്കെ ആയിട്ട് വയ്യാത്തത് കൊണ്ട് കിടക്കുകയായിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇയാൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുകയും ഒക്കെ ആകുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവളിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ടടുത്തിരുന്ന കുട്ടി ഇങ്ങനെ ഇട്ട് തട്ടുകയാണ്, മിസ് ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു രീതി. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടി പെട്ടെന്ന് കയ്യിലുള്ള എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു. ഞാനത് പൊക്കി. അതൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഞാൻ ഫോൺ പൊക്കി. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു അപ്പോളജി ലെറ്ററൊക്കെ എഴുതി ഡയറക്ടറിൻ്റെ സൈനൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വായു, അപ്പോൾ ഫോൺ തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ കുട്ടി ആകെ പാനിക് ആയി, മിസ്സേ വളരെ അർജൻറ്റ് കോളായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ ക്ലീഷ്യ ഡയലോഗുകളെല്ലാം അടിച്ചു. നമ്മളതൊന്നും കേട്ടില്ല. നമ്മളതും കൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയി. ഈ സ്റ്റാഫ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ഈ ഫോൺ അങ്ങോട്ട് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു ഇച്ചായൻ വിളിക്കുകയാണ്. ഇച്ചായൻ കോളിങ് എന്നും പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഈ ഇച്ചായനെ കൊണ്ട് ഭയങ്കര ശല്യമായി. ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് അപ്പോഴും അത് ശരിയാവുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കോൾ അങ്ങോട്ട് എടുത്തു. ഞാൻ എടുത്ത് ഇതേ ഞാനാണ് ടീച്ചറാണെന്ന് പറയുന്നതിന് മുമ്പ് അപ്പുറത്തെ തലയ്ക്കിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള നല്ല മനോഹരമായ മലയാളം കിടന്നങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ് അയാൾ. അപ്പോൾ ഇത് ഒന്നും അങ്ങോട്ട് പറയാനുള്ള ഒരു ഗ്യാപ്പ് ഈ മനുഷ്യൻ തരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏയ് മിസ്റ്റർ, നിങ്ങൾ ആരാണെന്ന് ഓർത്താണ് സംസാരിക്കുന്നത്? ഞാൻ ഇനി ആളല്ല, ഞാൻ ആ കുട്ടിയുടെ ടീച്ചറാണ്. ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഫോൺ സീസ് ചെയ്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് കോൾ ചെയ്യരുത്. കുട്ടിക്ക് ഫോൺ കിട്ടുമ്പോൾ അവൾ തിരിച്ച് വിളിച്ചോളും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതോടെ ആ കോൾ നിന്നു കേട്ടോ. പിന്നെ അയാൾ പറയുന്നതൊന്നും കേൾക്കാൻ ഞാൻ നിന്നില്ല. എന്തായിരുന്നാലും കുട്ടി അപ്പോളജി ലെറ്ററുമായി വന്നു. ഞാൻ അവൾക്ക് ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ ഇച്ചായൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അത് മിസ്സേ അതിൻ്റെ വുഡ്ബിയാണ്. ഞാൻ പറഞ്ഞു, ഈ വുഡ്ബിയുടെ കഥയൊക്കെ വീട്ടിലുള്ള ആളുകൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം, അറിയാം മിസ്സേ, അതൊക്കെ വീട്ടുകാരൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, കോഴ്സ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ വീട്ടുകാർ അറിഞ്ഞുകൊണ്ടാണ്, നമുക്കതിൽ പിന്നെ ഇനി അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളേജിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഡാൻസ് കളിക്കാൻ കുറച്ച് പെൺകുട്ടികൾ വേണം. ഈ കുട്ടി ഭയങ്കര ഗ്രേസ്ഫുള്ളായി ഡാൻസ് ചെയ്യുന്ന ഒരു നല്ല ഡാൻസറാണ്. ഞാൻ ഈ പെൺകുട്ടിയുടെ നെയിം സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നെയിം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷം. യെസ് മിസ്സേ, ഞാൻ തന്നെ കൊറിയോഗ്രഫി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടി കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷിച്ച് പോയി. പിറ്റേ ദിവസം ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ഞാൻ ഡാൻസ് കളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കാരണം എന്ന് ചോദിച്ചപ്പം, അത് മിസ്സേ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, വീട്ടിൽ ആർക്കാണ് താൻ ഡാൻസ് കളിക്കുന്നതിൽ പ്രശ്നം? അപ്പോൾ പിന്നെയും നമ്മുടെ ഇച്ചായനാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എടോ, താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം തൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാവണം എന്നുള്ളതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ നമുക്ക് ഇത്രമാത്രം ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യു നീഡ് ടു ഇൻട്രോസ്പെക്ട് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നോട് തിരിച്ച് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, അത് മിസ്സേ, പുള്ളി കുറച്ചൊരു പൊസസീവാണ്, അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഹി ലവ്സ് മീ ലൈക്ക് എനിത്തിങ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇതൊക്കെ ജീവിതകാലം മുഴുവൻ കേട്ടാൽ കൊള്ളാം. പിന്നെയും ഈ പറഞ്ഞ പോലെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആര് തന്നെ ആയിരുന്നാലും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ലീവ് ചെയ്തു. ഇത്തരം പല പല ഇൻസിഡൻസും നിരന്തരമായി ആ കുട്ടിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് വിറ്റ്നസ് ചെയ്ത ഒരാളാണ് ഞാൻ. അവസാനം ആ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും വളരെ സ്മാർട്ടായിട്ടിരുന്ന ഈ പെൺകുട്ടി അവസാനമായപ്പോൾ അധികം ആരോടും മിണ്ടാതെയായി. പ്രത്യേകിച്ച് ആൺകുട്ടികളുമായിട്ടൊന്നും ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പോലും പേടിച്ചിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ പിന്നീട് കണ്ടത്. ബട്ട് ദെൻ സീരിയസ്ലി എന്ത് പറയാനാണ്, ഈ ലവ് ഇസ് ബ്ലൈൻഡ് ഫോൾഡഡ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ അവസ്ഥയിലാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ബ്ലൈൻഡ് ആക്കുന്ന ഒരു അവസ്ഥയാണ് പ്രണയത്തിനുണ്ടാവുക എന്ന് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. കാരണം പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്ത് തന്നെയായിരുന്നാലും അവസാനം കോഴ്സ് കഴിയാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകൊച്ചിന് അത്യാവശ്യം നല്ല സ്മാർട്ടാണ്, നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടിയാണ്. അവൾ പ്ലേസ്ഡായി. അപ്പോൾ അവൾ കോഴ്സ് കഴിഞ്ഞ് സ്വീറ്റ്സൊക്കെ ആയിട്ട് പ്ലേസ്മെൻറ്റിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ വന്നു കഴിഞ്ഞ് പറഞ്ഞു, നെക്സ്റ്റ് മന്ത് എൻ്റെ വിവാഹമാണ്, മിസ് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് കൊടുത്ത ഒരു ഫൈനലായിട്ടുള്ള ഒരു അഡ്വൈസ്, ഒരേ ഒരു അഡ്വൈസാണ് ഞാൻ കൊടുത്തത്. ഏതവസ്ഥയിലായിരുന്നാലും നീ നിൻ്റെ ജോലി ഒരിക്കലും കളയരുത്. ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് എന്ന്. കാരണം ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് പോകാൻ പോകുന്നത് ഒരു ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ്. അപ്പോൾ അവൾക്ക് ഇനി ജോലിക്ക് പോകേണ്ട കാര്യമൊന്നും ശരിക്കും പറഞ്ഞാലില്ല.
പക്ഷേ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് വർക്ക് എന്നുള്ള അഡ്വൈസാണ് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത്. അതിനുശേഷം അവൾ പാസ് ഔട്ടായിപ്പോയി. അവളുടെ വിവാഹത്തിന് ഞാൻ തീർച്ചയായിട്ടും പോയില്ല. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാകുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ന് മുതൽ. എനിവേ, കാലം കഴിഞ്ഞു പോയി. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഈ പെൺകുട്ടിയെ പിന്നെയും കണ്ടു ഒരു മോളിൽ വെച്ച്. അപ്പോൾ അവളുടെ കയ്യിൽ 2 കുട്ടികളുണ്ട്. അവൾ ഓടി വന്നിട്ട് മിസ്സേ എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഉണ്ട് മോളെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറയുന്നു നിൻ്റെ ഇച്ഛാൻ, സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങ് സൈലൻ്റായി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്: 6 കൊല്ലങ്ങൾക്ക് മുമ്പ് മിസ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്നും അത് ഓർക്കാറുണ്ട്. നമുക്ക് ഇത്രമാത്രം ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ. അന്നത് ആലോചിക്കാനുള്ള ഒരു പക്വതയോ ഒരു കപ്പാസിറ്റിയോ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ എനിക്ക് 6 കൊല്ലം വേണ്ടി വന്നു എന്നാണ് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അപ്സെറ്റായിപ്പോയി. ആക്ച്വലി ദേ ഗോട്ട് സെപ്പറേറ്റഡ്. 2 കുഞ്ഞു മക്കളും ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാൾ സെപ്പറേറ്റഡ് ആയി എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അതിൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവരുടെ ലൈഫ് കൂടെ വളരെ മെസ്ഡപ്പ് ആക്കുകയാണ് അതൊക്കെ. ബട്ട് ദെൻ സ്റ്റിൽ ഐ വാസ് ലൈക്ക് ഫീലിംഗ് ദിസ് ഇസ് ബെറ്റർ ഫോർ ഹർ. ബിക്കോസ് ടോക്സിസിറ്റിയുടെ ഒരു എപ്പിറ്റമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നമ്മളെ നമ്മളായി ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നതായിരിക്കും എപ്പോഴും റിലേഷൻഷിപ്പിൽ നല്ലത്. ഇതൊന്നും അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ് നമ്മളെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതൊന്നും പോസസീവ്നെസ് അല്ല. അതൊക്കെ ഒരുതരം ടോക്സിസിറ്റിയാണ്. അതായത് എനിക്കിഷ്ടമുള്ള എന്നെ നിനക്കിഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ നിന്നെ തന്നെയാണ് എനിക്കും ഇഷ്ടമാവുക എന്നതാണ് ആക്ച്വലി ദി എസെൻസ് ഓഫ് ലവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ whenever you select or whenever you choose a relationship, try to select somebody who can accept you the way you are.